അദ്ധ്യായം 82 സൂറത്തുൽ ഇൻഫിത്താർ പൊട്ടിക്കീറൽ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 19. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വചനം 1. ഇദസ്സമാഉ ആകാശമാകുമ്പോൾ, ഇൻഫതറത് അത് പൊട്ടിപ്പിളരുമ്പോൾ, ഇദസ്സമാഉ ഫതറത് ആകാശം പൊട്ടിപ്പിളരുമ്പോൾ. വചനം 2. വഇദൽ കവാകിബു നക്ഷത്രങ്ങളാകുമ്പോൾ, ഇൻതസറത് അവ കൊഴിഞ്ഞു വീഴുമ്പോൾ, ചിതറി വീഴുമ്പോൾ. വഇദൽ കവാകിബു തസറത് നക്ഷത്രഗ്രഹങ്ങൾ കൊഴിഞ്ഞു വീഴുകയും ചെയ്യുമ്പോൾ. വചനം 3. വഇദൽ ബിഹാറു സമുദ്രങ്ങളാകുമ്പോൾ, ഫുജ്ജിറത് അവ പൊട്ടി ഒഴുക്കപ്പെടുമ്പോൾ. വഇദൽ ബിഹാറു ഫുജ്ജിറത് സമുദ്രങ്ങൾ പൊട്ടി ഒഴുക്കപ്പെടുകയും ചെയ്യുമ്പോൾ. വചനം 4. വഇദൽ ഖുബൂറു ഖബറുകളാകുമ്പോൾ, ബുഅ്തിറത് അവ മറിച്ചിടപ്പെടുമ്പോൾ. വഇദൽ ഖുബൂറു ബുഅ്തിറത് ഖബറുകൾ അടിയോടെ മറിച്ചിടപ്പെടുകയും ചെയ്യുമ്പോൾ. വചനം 5. അലിമത് അറിയുന്നതാണ്, നഫ്സുൻ ഓരോ ആത്മാവും, മാ ഖദ്ദമത് അത് മുന്തിച്ചത് അഥവാ മുൻചെയ്തു വെച്ചത്, വ അഖറത് അത് പിന്തിക്കുകയും അഥവാ പിന്നോക്കം വെക്കുകയും ചെയ്തത്. അലിമത് നഫ്സും മാ ഖദ്ദമത് വ അഖറത് അപ്പോൾ ഓരോ ആളും താൻ മുൻ ചെയ്തു വെച്ചതും ചെയ്യാതെ പിന്നേക്കു വെച്ചതും എന്താണെന്ന് അറിയുന്നതാണ്. കഴിഞ്ഞ സൂറത്തിൽ കണ്ടതുപോലെ ഖിയാമത്തു നാളിലെ ചില സംഭവ വികാസങ്ങൾ തന്നെയാണ് ഇവിടെയും കാണുന്നത്. ആദ്യത്തെ 3 വചനങ്ങളുടെയും സാരം അവിടെ വിവരിച്ചതിൽ നിന്നും മനസ്സിലാക്കാം. 4-ാം വചനത്തിൽ ഖബറുകൾ അടിയോടെ മറിക്കപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം മരണപ്പെട്ടു കിടക്കുന്നവരെ ഖബറുകളിൽ നിന്ന് രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാകുന്നു. കഴിഞ്ഞ സൂറത്തിലെ 14-ാം വചനത്തിലെ അതേ ആശയം തന്നെയാണ് 5-ാം വചനത്തിലും അടങ്ങിയിരിക്കുന്നത്. ഇഹത്തിൽ വെച്ച് ചെയ്തിട്ടുള്ള കർമ്മങ്ങളാണ് മാ ഖദ്ദമത്ത് മുൻ ചെയ്തു വെച്ചത് എന്നതുകൊണ്ട് വിവക്ഷ. മാ അഖറത്ത് പിന്നോട്ട് വെച്ചത് എന്ന് പറഞ്ഞത് പ്രവർത്തിക്കാതെ വിട്ടുകളഞ്ഞ കാര്യങ്ങളുമാകുന്നു. അഥവാ ഓരോരുത്തരും താൻ ചെയ്തതും ചെയ്തു തീർക്കാതെ വിട്ടുകളഞ്ഞതുമായ എല്ലാ കർമ്മങ്ങളും അന്ന് അറിയുമെന്നു സാരം. മരണപ്പെടുമ്പോൾ വിട്ടേച്ചു പോകുന്ന സ്വത്തുക്കൾ, മരണശേഷം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഏർപ്പാടുകൾ എന്നിങ്ങനെയുള്ളവയാണ് മാ അഖറത്ത് പിന്നേക്ക് വെച്ചത് എന്നതുകൊണ്ട് വിവക്ഷ എന്നും ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഏതായാലും തത്വത്തിൽ എല്ലാം ഒന്നു തന്നെ. വനക്തുബു മാ ഖദ്ദമു വ ആസാറഹും അവർ മുൻ ചെയ്തു വെച്ചതും അവരുടെ അവശിഷ്ടങ്ങളും അഥവാ പ്രവർത്തന ഫലങ്ങളും നാം എഴുതി രേഖപ്പെടുത്തും എന്ന് സൂറത്ത് യാസീനിൽ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. വചനം 6. യാ അയ്യുഹൽ ഇൻസാൻ ഹേ മനുഷ്യ, മാ ഗർറക നിന്നെ വഞ്ചിച്ചതെന്താണ്, ബിറബ്ബിക നിന്റെ റബ്ബിനെക്കുറിച്ച്, അൽ കരീം മാന്യനായ ഉദാരനായ. യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബികൽ കരീം ഹേ മനുഷ്യ, ഉദാരനായ അഥവാ മാന്യനായ നിന്റെ റബ്ബിനെക്കുറിച്ച് നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ് ആശ്ചര്യം. വചനം 7. അല്ലദി യാതൊരുവൻ, ഖലഖക അവൻ നിന്നെ സൃഷ്ടിച്ചു, ഫസവ്വാക എന്നിട്ടു നിന്നെ ശരിപ്പെടുത്തി, ഫഅദലക എന്നിട്ടു നിന്നെ പാകപ്പെടുത്തി. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക അതെ, നിന്നെ സൃഷ്ടിച്ചുണ്ടാക്കി ശരിപ്പെടുത്തി പാകപ്പെടുത്തിയവൻ. വചനം 8. ഫി അയ്യി സൂറത്തിൻ ഏതോ ഒരു രൂപത്തിൽ, മാ ശാഅ അവൻ ഉദ്ദേശിച്ച, റക്കബക നിന്നെ അവൻ സംഘടിപ്പിച്ചു കൂട്ടിച്ചേർത്തു. ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക
അവൻ ഉദ്ദേശിച്ചതായ ഏതോ ഒരു രൂപത്തിൽ നിന്നെ അവൻ സംഘടിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നു. മനുഷ്യ, നീ നിന്നെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു നിന്നെ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കി. നിനക്കാവശ്യമായ അവയവങ്ങളും അംഗങ്ങളുമെല്ലാം നൽകി ശരിപ്പെടുത്തി. ഓരോന്നും അതതിൻ്റെ തോതും യോജിപ്പുമനുസരിച്ച് യഥാക്രമം പാകപ്പെടുത്തി. നീയോ മറ്റാരെങ്കിലുമോ ഉദ്ദേശിച്ചിട്ടില്ലാത്ത, അതെ, അവൻ മാത്രം ഉദ്ദേശിച്ച ഒരു രൂപത്തിൽ നിനക്ക് അവൻ രൂപം നൽകുകയും ചെയ്തു. ഇങ്ങനെ നിനക്ക് സൃഷ്ടിയും രൂപവും നൽകി നിന്നെ സംരക്ഷിച്ചു വരുന്ന അത്യുദാരനും അതിമാന്യനുമായ നിന്റെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെയും അവൻ്റെ ശാപകോപങ്ങളെക്കുറിച്ച് ഭയപ്പെടാതെയും നീ കഴിഞ്ഞുകൂടുന്നത് വളരെ ആശ്ചര്യം തന്നെ. അവൻ്റെ കാര്യത്തിൽ നീ ഇത്രയും വഞ്ചിതനായിപ്പോയല്ലോ, എന്തൊരത്ഭുതമാണിത് എന്നിങ്ങനെ അള്ളാഹു അവിശ്വാസികളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുകയാണ്. വെളുത്ത മാതാപിതാക്കൾക്ക് കറുത്ത സന്താനം ജനിക്കുന്നു. അംഗഭംഗമുള്ളവരിൽ നിന്ന് അംഗങ്ങൾക്ക് യാതൊരു ഭംഗവുമില്ലാത്ത കുട്ടികൾ ഉണ്ടാകുന്നു. ചിലർക്ക് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മറ്റോ മുഖച്ഛായ കാണപ്പെടുന്നു. മറ്റു ചിലർക്കാകട്ടെ അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രൂപമായിരിക്കും. ജ്യേഷ്ഠന് ആൺകുട്ടികൾ മാത്രം ജനിക്കുമ്പോൾ അനുജന് പെൺമക്കൾ മാത്രം ഉണ്ടാകുന്നു. ചിലരുടെ രൂപം സുന്ദരവും ആകർഷവുമായിരിക്കുമെങ്കിൽ മറ്റു ചിലരുടേത് വികൃതവും വിരൂപവുമായിത്തീരുന്നു. അങ്ങനെ പലതും. ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനല്ലാതെ മറ്റാരുടെയും ഉദ്ദേശത്തിന് പങ്കില്ലെന്ന് വ്യക്തമാണല്ലോ. വചനം 9. കല്ല, അങ്ങനെ വേണ്ട. ബൽ, പക്ഷേ. തുകദ്ദിബൂൻ, നിങ്ങൾ വ്യാജമാക്കുന്നു. ബിദ്ദീൻ, പ്രതിഫല നടപടിയെ, മതത്തെ. കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ. അങ്ങനെ വേണ്ട, പക്ഷേ നിങ്ങൾ പ്രതിഫല നടപടിയെ വ്യാജമാക്കിക്കൊണ്ടിരിക്കുന്നു. വചനം 10. വ ഇന്ന അലൈക്കും, നിശ്ചയമായും നിങ്ങളുടെ മേലുണ്ട് താനും, ലഹാഫിലീൻ, സൂക്ഷിച്ചു വരുന്നവർ, വീക്ഷിച്ചു വരുന്നവർ. വ ഇന്ന അലൈക്കും ലഹാഫിദീൻ. നിശ്ചയമായും നിങ്ങളുടെ മേൽ സൂക്ഷിച്ചു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ടുതാനും. വചനം 11. കിറാമൻ, അതായത് ചില മാന്യന്മാർ, കാത്തിബീൻ, എഴുതുന്നവരായ. കിറാമൻ കാതിബീൻ, അതായത് എഴുതി രേഖപ്പെടുത്തുന്ന ചില മാന്യന്മാർ. വചനം 12. യഅലമൂൻ, അവർ അറിയുന്നു, മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നത്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നത് എല്ലാം അവർ അറിയുന്നു. നിങ്ങളുടെ സ്രഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾ വഞ്ചിതരായിരിക്കുകയാണ്. അത്രയുമല്ല, നിങ്ങളുടെ ചെയ്തികളെപ്പറ്റി നിങ്ങളെ വിചാരണ ചെയ്ത് നടപടിയെടുക്കുന്നതിനെപ്പോലും നിങ്ങൾ വ്യാജമാക്കി നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് അവ മുഴുവനും എഴുതി രേഖപ്പെടുത്തുവാൻ അള്ളാഹു മാന്യന്മാരായ ചില ആളുകളെ അഥവാ മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ ചെയ്യുന്നതെന്തും അവർ അറിയാതെ പോകുന്നതല്ലെന്നും ആ രേഖയനുസരിച്ച് നിങ്ങളുടെ മേൽ ശരിക്കും നടപടിയെടുത്ത് പ്രതിഫലം നൽകാതെ നിങ്ങളെ വിട്ടേക്കുന്നതല്ല എന്നും സാരം. എഴുത്തുകാരായ മലക്കുകളെക്കുറിച്ച് സൂറത്ത് ഖാഫിലെ 16 മുതൽ 18 വരെയുള്ള ആയത്തുകളിൽ പ്രസ്താവിച്ചത് ഓർക്കുക. പ്രതിഫല നടപടി എടുക്കുമ്പോഴുണ്ടാകുന്ന അന്ത്യതീരുമാനം ചുരുക്കത്തിൽ ഇപ്രകാരമായിരിക്കും. വചനം 13. ഇന്നൽ അബ്റാറ, നിശ്ചയമായും പുണ്യവാന്മാർ, സജ്ജനങ്ങൾ, ലഫീ നഈം, സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും. ഇന്നൽ അബ്റാറ ലഫീ നഈം, നിശ്ചയമായും പുണ്യവാന്മാർ സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും. വചനം 14. വ ഇന്നൽ ഫുജ്ജാറ, തോന്നിയവാസികളാകട്ടെ, ദുർജനങ്ങൾ, ലഫീ ജഹീം, ജ്വലിക്കുന്ന അഗ്നിയിലുമായിരിക്കും. വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം, ദുർമാർഗികളായ തോന്നിവാസികൾ ജ്വലിക്കുന്ന അഗ്നിയിലും തന്നെയായിരിക്കും. വചനം 15. യസ്ലൗനഹ, അവരതിൽ കടക്കും, കരിയും, ചൂടേൽക്കും, യൗമദ്ദീൻ,
പ്രതിഫല നടപടിയുടെ ദിവസം. يصلونها يوم الدين പ്രതിഫല നടപടിയുടെ ദിവസം അവർ അതിൽ കടന്നു കരിയുന്നതാണ്. വചനം 16. വമാഹും അവരല്ലതാനും അൻഹ അതു വിട്ട് അതിൽ നിന്ന് ബിഗായിബീൻ മറഞ്ഞു പോകുന്നവർ. وما هم عنها بغائبين അവർ അത് വിട്ട് മറഞ്ഞ് അഥവാ ഒഴിവായി പോകുന്നവരുമല്ല. വചനം 17. വമ അദ്റാക നിനക്ക് അറിവു തന്നതെന്ത്, മായൗമുദ്ദീൻ പ്രതിഫല നടപടിയുടെ ദിവസം എന്താണെന്ന്. وما أدراك ما يوم الدين പ്രതിഫല നടപടിയുടെ ദിവസമെന്നാൽ എന്താണെന്നു നിനക്കെന്തറിയാം. വചനം 18. സുമ്മ പിന്നെയും മ അദ്റാക നിനക്കു അറിവു തന്നതെന്ത്, മായൗമുദ്ദീൻ പ്രതിഫല നടപടിയുടെ ദിനം എന്നാൽ എന്താണെന്ന്. ثم ما أدراك ما يوم الدين പിന്നെയും അഥവാ വീണ്ടും പ്രതിഫല നടപടിയുടെ ദിവസമെന്നാൽ എന്താണെന്ന് നിനക്കു എന്തറിയാം. വചനം 19. യൗമലാ തംലിക്കു അധീനമാക്കാത്ത ദിവസം, ഉടമയാക്കാത്ത സാധ്യമാകാത്ത ദിവസം. നഫ്സുൻ ഒരാളും, ലിനഫ്സിൻ ഒരാൾക്കും, ഷൈഅൻ യാതൊന്നും ഒരു കാര്യത്തിനും, വൽ അമ്രു കാര്യം അധികാരം, യൗമഇദിൻ ആ ദിവസം, ലില്ലാഹ് അല്ലാഹുവിനായിരിക്കും. يوم لا تملك نفس لنفس شيئا والأمر يومئذ لله അതെ, ഒരാളും വേറെ ഒരാൾക്കു യാതൊന്നും അധീനമാക്കാത്ത അഥവാ ചെയ്യുവാൻ കഴിയാത്ത ദിവസം. അന്നത്തെ ദിവസം കാര്യം അഥവാ കൽപ്പനാധികാരം അല്ലാഹുവിനായിരിക്കും. പ്രസ്തുത ദിനത്തിൻ്റെ ഗൗരവത്തിലേക്കും ഭയങ്കരതയിലേക്കും ശ്രദ്ധ ക്ഷണിക്കുകയാണ് 17-18 വചനങ്ങൾ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണവും കൽപ്പനാധികാരവും എക്കാലത്തും അള്ളാഹുവിന് തന്നെ. എങ്കിലും ഐഹിക ജീവിതത്തിൽ വെച്ച് മനുഷ്യന് കുറേയെല്ലാം ഇച്ഛാസ്വാതന്ത്ര്യവും കഴിവും അള്ളാഹു നൽകിയിട്ടുണ്ട്. അന്നത്തെ ദിവസത്തിൽ അതെല്ലാം മനുഷ്യന് നിശ്ശേഷം നഷ്ടപ്പെട്ടിരിക്കും. സ്വന്തം കാര്യത്തിലാകട്ടെ മറ്റൊരാളുടെ കാര്യത്തിലാകട്ടെ എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. എല്ലാ കാര്യവും, എല്ലാ അധികാരവും, എല്ലാ കൽപ്പനയും അന്ന് അള്ളാഹുവിന് മാത്രമായിരിക്കും. അതിൽ ആർക്കും യാതൊരുവിധ പങ്കും ഉണ്ടായിരിക്കുകയില്ല. അന്നത്തെ ദിവസം പുണ്യവാന്മാരായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയെല്ലാം ഉൾപ്പെടുത്തട്ടെ. ആമീൻ.